ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വന്ദനയുടെ വീടാണ്. വർഷം വിളിച്ചു കഴിയുമ്പോൾ വന്ദനയ്ക്ക് സമാധാനമാവുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നെഞ്ചിലെ പൊള്ളൽ അല്പം കുറഞ്ഞതുപോലെയുണ്ടെന്ന് വന്ദന മനസ്സിൽ പറയുന്നു. എന്താണെങ്കിലും ആ വിക്രമിൻ്റെ മുഖംമൂടി ഞാൻ തന്നെയായിരിക്കും വലിച്ചു കീറാൻ പോകുന്നതെന്നും വന്ദന പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കുറുപ്പിൻ്റെ വീടാണ്. കുറുപ്പിൻ്റെ സെക്രട്ടറി പറയുകയാണ്, അന്ന് വന്ദനയുടെ മോളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് രാജീവിൻ്റെ അനിയത്തിയും ഭർത്താവും ചേർന്ന് തന്നെയാണ്. ഇത് കേൾക്കുന്ന കുറുപ്പ് പറയുകയാണ്, താൻ കേട്ടിട്ടില്ലേ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന്? രാജീവിൻ്റെ അനിയത്തിയും ഭർത്താവിനെയും നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാം, അതാകും നല്ലത്. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ടെന്ന് സെക്രട്ടറി പറയുമ്പോൾ പുറത്തേക്ക് ജഗൻ വരികയാണ്. എന്താ രണ്ടാളും കൂടി ഒരു ഗൂഢാലോചനയെന്ന് ജഗൻ ചോദിക്കുന്നു. അത് പിന്നെ ഞങ്ങൾ അതിർത്തിക്കല്ലിൻ്റെ കാര്യം ചർച്ച ചെയ്യുകയായിരുന്നെന്ന് കുറുപ്പ് പറയുമ്പോൾ അച്ഛന് കള്ളം പറയാൻ അറിയില്ലെന്നും നിങ്ങൾ അതല്ല പറഞ്ഞതെന്ന് എനിക്കറിയാമെന്നും ജഗൻ പറയുന്നു. പണ്ടൊക്കെ അച്ഛൻ എന്നോടായിരുന്നു എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഏതു നേരവും ഈ സെക്രട്ടറിയോടാ എല്ലാം പറയുന്നത്. അത് പിന്നെ ഒന്നുമില്ല മോനെ, ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നിന്നോട് പറയുന്നത് എന്തിനാ? നിന്നോട് വലിയ വലിയ കാര്യങ്ങളല്ലേ പറയേണ്ടത്, അതുകൊണ്ടാണെന്ന് കുറുപ്പ് പറയുമ്പോൾ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് ജഗൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വന്ദനയുടെ വീടാണ്. അമ്പലത്തിൽ പോയി തിരികെ വരുന്ന വന്ദന ചന്ദ്രികയോടും അച്ചമ്മയോടും പറയുകയാണ്, ഒരു സന്തോഷ വാർത്തയായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ നിന്നും ഇത്രയും വൈകിയത്. എന്താ മോളെ കാര്യമെന്ന് ചന്ദ്രിക ചോദിക്കുമ്പോൾ അത് പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ഓർത്തോ ഡോക്ടറെ പറ്റി കേൾക്കാനിടയായി. എത്ര നടക്കാൻ പറ്റാത്തവരെയും നടത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞു കേട്ടത്. എത്രയും പെട്ടെന്ന് നീ മോളെ അവിടെ കൊണ്ട് കാണിക്കണമെന്ന് വന്ദന പറയുമ്പോൾ കുറേ പൈസ ചിലവാകില്ലേ എന്ന് അച്ചമ്മ ചോദിക്കുന്നു. അതെ, അത് ശരിയാ, 1,00,000 രൂപയെങ്കിലും ചിലവാകുമായിരിക്കുമെന്ന് ചന്ദ്രിക പറയുമ്പോൾ ഇപ്പോഴുള്ള എൻ്റെ ചെറിയ ജോലി വെച്ച് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വന്ദന പറയുമ്പോൾ ദിയമോള് പറയുകയാണ്, എൻ്റെ അച്ഛനും അച്ചമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എത്ര പണം വേണമെങ്കിലും അവർ തന്നേനെ. ഇത് കേൾക്കുന്ന അച്ചമ്മ പറയുകയാണ്, അതൊന്നും വിധിച്ചിട്ടില്ല മോളെ, പറഞ്ഞിട്ട് കാര്യവുമില്ല. ദിയമോളുടെ ചികിത്സയ്ക്കുള്ള പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ദനയെ വിളിച്ചുകൊണ്ട് അകത്ത മുറിയിലേക്ക് പോവുകയാണ് ചന്ദ്രിക. തുടർന്ന് ചന്ദ്രിക തൻ്റെ ഒരു മാലയെടുത്ത് വന്ദനയ്ക്ക് നൽകുമ്പോൾ വന്ദന പറയുകയാണ്, എനിക്കിത് വേണ്ടമ്മേ. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ മാല എടുത്തു നോക്കി സങ്കടത്തോടെ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതുമോളെ, അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ആദ്യമായി അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നിന്നും വാങ്ങിത്തന്ന മാലയായത്. ഇതിന് അച്ഛൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ടെന്ന് ചന്ദ്രിക പറയുമ്പോൾ വന്ദന പറയുക, അതാ അമ്മേ ഞാൻ പറഞ്ഞത്, അതമ്മ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന വസന്ത ഇത് കാണുകയാണ്. ഈ വീട്ടിലുള്ള സ്വർണം ഒരു അനാഥക്കുട്ടിക്കെടുത്ത് ചിലവാക്കാൻ ഞാൻ എന്താണെങ്കിലും സമ്മതിക്കുകയില്ല. അനാഥക്കുട്ടിയോ? മേലാൽ ഇനി അങ്ങനെ പറയരുതെന്ന് ചന്ദ്രിക പറയുമ്പോൾ അങ്ങനെ തന്നെ പറയുമെന്നും ഇനി ഈ വീട്ടിലുള്ള സ്വർണമെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണെന്നും എന്നെ നിങ്ങൾ വെറും നക്കപ്പിച്ച് കൊടുത്തല്ലേ കെട്ടിച്ചു വിട്ടതെന്നും ഒക്കെ തന്നെ വസന്ത പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ചന്ദ്രിക. ഇവൾക്ക് ബാഗ് എടുത്ത് പുറത്തിറങ്ങിയാലേ പണം കിട്ടും. ഇപ്പോൾ എന്തിനും ലൈസൻസ് ഉണ്ടല്ലോ. ഇവളുടെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി നാട്ടുകാരെല്ലാം പറയുന്നത് ഞാൻ കേൾക്കുന്നതല്ലേ എന്നൊക്കെ വസന്ത പറയുമ്പോൾ ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വന്ദന. ദേ വസന്തേ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നിൽക്കരുത്, ഇറങ്ങിപ്പോകാൻ ചന്ദ്രിക പറയുമ്പോൾ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ പോകുമെന്നും ഇവിടുത്തെ സ്വർണം വല്ലതും എടുത്ത് അനാഥ കുട്ടിക്കുള്ളത് എന്തെങ്കിലും ചിലവാക്കിയാൽ പിന്നെ ഞാനും ഇവിടെയുള്ളവരുമായിട്ട് ഒരു ബന്ധവും കാണില്ലെന്ന് വസന്ത ദേഷ്യത്തോടെ പറയുന്നു. ഇത് കേൾക്കുന്ന വന്ദന പറയുകയാണ്, അമ്മേ, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം, ഈ മാല എനിക്ക് വേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് വന്ദന അവിടുന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ചന്ദ്രിക. പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയും ദിയമോളയുമാണ്. വന്ദനാമ്മ ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ എന്ന് ദിയമോള് പറയുമ്പോൾ മോളെ ചികിത്സിക്കാനുള്ള പണം ചന്ദ്രികയുടെ കയ്യിൽ നിന്നും വാങ്ങാൻ പോയതാണെന്ന് അച്ചമ്മ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ വന്ദന പുറത്തേക്ക് വരികയാണ്. എന്താ മോളെ, എന്തു പറ്റിയെന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ അകത്ത് വസന്തേച്ചിയുണ്ടെന്ന് പറഞ്ഞ് മോളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് വന്ദന. അതേസമയം വസന്ത അങ്ങോട്ടേക്ക് വന്ന് അച്ചമ്മയോട് പറയുകയാണ്, ആ കുഞ്ഞിനെയും കാണിച്ച് സ്വർണം തട്ടിയെടുക്കാനായിരുന്നു അവളുടെ പ്ലാൻ. ഞാനതങ്ങ് പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന അച്ചമ്മ ദേഷ്യത്തോടെ വസന്തയെ നോക്കുകയാണ്. എന്താ മോളെ, നീ വന്ദനയ്ക്ക് പണം കൊടുത്തില്ലേ എന്ന് ചന്ദ്രിക വരുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരം അമ്മ ഇവളോട് തന്നെ ചോദിക്കുന്ന ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ചന്ദ്രിക അകത്തേക്ക് പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ദിയമോളുടെ കാര്യമോർത്ത് വിഷമിച്ചിരിക്കുന്ന വന്ദനയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.